എപ്പോഴും ചൈന എന്ന് പറയുന്ന രാജ്യത്തെ ഭീതിയോടുകൂടിയാണ് പല ലോകരാജ്യങ്ങളും നോക്കിക്കാണുന്നത്. കാരണം ചൈനയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ചൈന ഇപ്പോൾ അത്യാധുനികമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മോസ്കിറ്റോ ഡ്രോണുകളാണ് എന്നുള്ള ഒരു പ്രചാരണം വളരെ വലിയ രീതിയിൽ എക്സ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഈ മോസ്കിറ്റോ ഡ്രോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രോണുകൾ കൊതുക് എന്ന് പറയുന്ന ഒരു ജീവിയുടെ അത്ര മാത്രമേ കാണുകയുള്ളൂ. ഏത് ഭാഗത്തും വലിയ രീതിയിൽ ആക്രമണം നടത്താൻ ഈ മോസ്കിറ്റോ ഡ്രോണുകൾക്ക് സാധിക്കും. ബയോ വെപ്പൺ ആക്രമണം നടത്താൻ അല്ലെങ്കിൽ വിഷം വമിപ്പിക്കാൻ ആ വിഷം ഈ മോസ്കിറ്റോ ഡ്രോണുകളിൽ ക്യാരി ചെയ്ത് അത് ശത്രുവിൻ്റെ മേൽ കുത്തിവെക്കാനൊക്കെ ഈ ഡ്രോണുകൾ ഉപയോഗിക്കാം എന്നുള്ളത് ചൈന ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഡ്രോണിൻ്റെ ഒരു സവിശേഷതയാണ് എന്ന് പല മാധ്യമങ്ങളിലും ഇപ്പോൾ വാർത്ത വന്നു കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. ചൈന ഉൽപ്പാദിപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗംഭീരമാണെന്ന് ചൈന തള്ളി മറിക്കുമ്പോഴും ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈനയുടെ ആയുധങ്ങൾ ഇന്ത്യ പടക്കം പൊട്ടിക്കുന്നത് പോലെ, അതായത് ഈ ശിവകാശിയിലൊക്കെ ചുമ്മാ പടക്കം പൊട്ടിച്ച് കളയുന്നത് പോലെ തകർത്തെറിഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് നൽകിയിരുന്നു. കാരണം ഇത്രയേ ഉള്ളൂ ചൈനയുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ ഗംഭീരമായി തകർത്തെറിഞ്ഞു. ചൈന പോലും അവിടെ അത് ഉപയോഗിക്കുന്നില്ല. ചൈന റഷ്യയുടെ S-400 ആണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചൈന അത്തരത്തിലൊരു ബോംബുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ബോംബിൻ്റെ പേരാണ് ബ്ലാക്ക് ഔട്ട് ബോംബ്. എന്താണ് ഈ ബ്ലാക്ക് ഔട്ട് ബോംബ് എന്ന് നോക്കാം. ചൈന അടുത്തിടെ പുതിയതും അപകടകരവുമായിട്ടുള്ള ഒരു ആയുധം പുറത്തിറക്കിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ബ്ലാക്ക് ഔട്ട് ബോംബ് എന്നറിയപ്പെടുന്ന ഈ ആയുധത്തിന് ശത്രു രാജ്യങ്ങളുടെ വൈദ്യുതിയെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. വൈദ്യുതി വിതരണം പൂർണ്ണമായും നിർത്തലാക്കാൻ ഈ ബോംബിന് കഴിയുമെന്നാണ് പറയുന്നത്. ചൈനയുടെ സ്റ്റേറ്റ് മീഡിയ CCTV ഒരു ആനിമേറ്റഡ് വീഡിയോയിലൂടെ ഈ ബോംബ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ഈ നിഗൂഢ ആയുധത്തെക്കുറിച്ച് ലോകരാജ്യങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്രാഫൈറ്റ് ബോംബുകൾ എന്നും അറിയപ്പെടുന്ന ബ്ലാക്ക് ഔട്ട് ബോംബുകൾ ഒരു സ്ഫോടനവുമില്ലാതെ ശത്രു രാജ്യത്തിൻ്റെ ലൈറ്റുകൾ അണയ്ക്കാൻ കഴിയുന്ന മാരകായുധങ്ങളെന്നാണ് ഈ ബോംബിനെക്കുറിച്ച് പ്രാഥമികമായി പുറത്തു വരുന്ന റിപ്പോർട്ട്. ഉയർന്ന വോൾട്ടേജ് വൈദ്യുതി ലൈനുകൾ, ട്രാൻസ്ഫോമറുകൾ, സബ് സ്റ്റേഷനുകൾ എന്നിവയാണ് ഈ ബോംബുകൾ ലക്ഷ്യമിടുന്നത്. വൈദ്യുതി സംവിധാനത്തിൽ ഷോർട്ട് സർക്യൂട്ട് സൃഷ്ടിച്ച് മുഴുവൻ പ്രദേശത്തേക്കുമുള്ള വൈദ്യുതി വിതരണം നിർത്താൻ കഴിയുന്ന കാർബൺ ഫിലമെൻറ്റുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് 10,000 ചതുരശ്ര മീറ്റർ, അതായത് 2.5 ഏക്കർ വിസ്തൃതിയിലുള്ള പ്രദേശത്തെ വൈദ്യുതി വിതരണം പൂർണ്ണമായും നിർത്തലാക്കാൻ ഈ ബോംബിന് ശേഷിയുണ്ട്. ഇതിനെ സോഫ്റ്റ് ബോംബ് എന്ന് വിളിക്കാം. കാരണം ഇത് കെട്ടിടങ്ങളെയോ ആളുകളെയോ ഉപദ്രവിക്കുന്നില്ല. ഇത് വൈദ്യുതി സംവിധാനത്തെ മാത്രമേ ലക്ഷ്യമിടുന്നുള്ളൂ. നിലത്ത് നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലായാണ് ഇത് പറയപ്പെടുന്നത് എന്നുള്ളതും ഈ ബോംബിനെ കുറിച്ച് പറയുന്ന മറ്റൊരു സവിശേഷതയാണ്. എങ്ങനെയാണ് ഈ ബ്ലാക്ക് ഔട്ട് ബോംബ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വിക്ഷേപിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിക്ഷേപണം, ഈ ബോംബ് ഏത് വാഹനത്തിൽ നിന്നും വിക്ഷേപിക്കാം എന്നുള്ളതാണ് ഈ ബോംബിൻ്റെ പ്രത്യേകത. മിസൈൽ വായുവിലൂടെ പറന്ന് ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ളതും പറയുന്നു. ഇനി മിസൈൽ അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ 90 ചെറിയ സിലിണ്ടർ പോലുള്ള സബ് മ്യൂണിഷനുകൾ പുറത്തുവിടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ സിലിണ്ടർ നിലത്ത് പതിക്കുന്നതിന് മുമ്പ് വായുവിൽ ഇത് പൊട്ടിത്തെറിക്കും. ആയിരക്കണക്കിന് കാർബൺ ഫിലമെൻറ്റുകൾ ഇതിൽ നിന്ന് പുറത്തു വരും. ഒരു രാസപ്രക്രിയയിലൂടെയാണ് ഈ ഫിലമെൻറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഈ ബോംബിനെ കുറിച്ചുള്ള നിരീക്ഷണം. ഈ കാർബൺ ഫിലമെൻറ്റുകൾ ഉയർന്ന വോൾട്ടേജ് വൈദ്യുതി ലൈനുകളിലൂടെയും ഉപകരണങ്ങളിലൂടെയും പതിക്കുകയും ഷോർട്ട് സർക്യൂട്ടിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് വൈദ്യുതി സംവിധാനം പൂർണ്ണമായും ഓഫാക്കുന്നു. ഈ ബോംബിന് 290 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇതിൻ്റെ വാർ ഹെഡിന് 490 കിലോഗ്രാം ഭാരമുണ്ട്. സൈനിക സബ്സ്റ്റേഷനുകളിലും മറ്റ് പ്രധാന വൈദ്യുത അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ഇത് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഈ ബോംബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആധുനിക യുദ്ധത്തിൻ്റെ തന്ത്രം തന്നെ മാറ്റിമറിക്കാൻ ഈ ബ്ലാക്ക് ഔട്ട് ബോംബിന് കഴിയുമെന്നാണ് ചൈന ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇന്നത്തെ യുദ്ധത്തിൽ വൈദ്യുതിയും ആശയവിനിമയ സംവിധാനങ്ങളും വളരെ പ്രധാനമാണ്. ഒരു രാജ്യത്തിൻ്റെ വൈദ്യുതി വിതരണം നിലച്ചാൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അത് ബാധിച്ചേക്കാം. ജീവൻ നഷ്ടപ്പെടാതെ ശത്രുവിനെ നശിപ്പിക്കാൻ ഈ ബോംബിൻ്റെ ഉപയോഗം പ്രധാനമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തായ്വാൻ, അമേരിക്ക എന്നിങ്ങനെയുള്ള തങ്ങളുടെ ശത്രു രാജ്യങ്ങളെ ഉന്നം വെച്ചാണ് ചൈന ഇത് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സൂചന. ഉറപ്പായും അതിൽ ഇന്ത്യയും കാണും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.